കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് സഭ മുഴുവനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ് ഈ ദിവസങ്ങൾ. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങൾ മുഴുവനും ഉപവാസത്തിലും പ്രാർത്ഥനയിലാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവകൃപയൊടുക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും, ഭൗതിക ആവശ്യങ്ങളും ആത്മീയ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. അമ്മയുടെ വലിയ മധ്യസ്ഥതയിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന യുവതി യുവാക്കൾ അവർ പൂർണ്ണമായും കുടുംബാംഗങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ച ജീവൻ നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതി അമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതി അമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. പരിശുദ്ധ അമ്മേ, എല്ലാ കുടുംബങ്ങളെയും അമ്മയ്ക്ക് ഏൽപ്പിച്ചു തരുന്നു. ഓരോ കുടുംബത്തിലെ ആവശ്യങ്ങളും ആത്മീയവും ഭൗതികമായ ആവശ്യങ്ങൾ അമ്മ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, നിത്യസഹായികയായ അമ്മേ, പാപികളുടെ സങ്കേതമേ, ക്രിസ്ത്യാനികളുടെ ആശ്വാസമായ പരിശുദ്ധ അമ്മേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ട് മറയ്ക്കവേ, കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ട് മറയ്ക്കവേ, കുരിശിന്റെ പൂഞ്ചിറകേറി വന്നമ്മ സ്നേഹത്തുവാൻ വേച്ചു വീഴാതെ താങ്ങേകുന്ന കൃപയുടെ വേലിക്കെട്ടാണ് ശ്രീവായെന്ന് നറുകയിൽ പൊന്നുമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി. ഈശോയെ, നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു, മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. ഈശോയെ, നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു, മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതി അമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ
ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധാത്മാവേ, നന്ദി, ആരാധന. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനം പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നുണ്ട്. അത് ഹൃദയത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വചനം നിങ്ങൾ വായിക്കണം. ഞാനത് മുഴുവൻ വായിക്കില്ല, നിങ്ങളത് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി. തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ എൻ്റെ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. എൻ്റെ രക്ഷ ലോക അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ഈ വചനത്തിന് തലക്കെട്ട് കിടക്കുന്ന കർത്താവിൻ്റെ ദാസനെന്നാണ്. ശരിക്കും ഈശോ മിശിഹായെ കുറിച്ചുള്ള പ്രവചന വചനങ്ങളിൽ ഒന്നാണിത്, കർത്താവിൻ്റെ ദാസൻ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, 3-ാമത്തെ വചനം, ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും. ശരിക്കും പ്രിയപ്പെട്ട സഹോദരർ, ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തകർച്ചകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിൽക്കുന്നവർ പ്രത്യാശയോടെ ഈ വചനം വായിച്ചിട്ട് ഇങ്ങനെ ധ്യാനിക്കണം, ഈ വചനം മുഴുവനും എന്നിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, മറിയമേ ഭയപ്പെടണ്ട, ദൈവം നിന്നെ പ്രസാദിച്ചിരിക്കുന്നു, ദൈവകൃപ നിന്നിലുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്ക 1:34-35.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പം അതിനുശേഷം അവൾ അസ്വസ്ഥ. അപ്പോൾ മലഹ പറയുന്നുണ്ട്, എലിസബത്തിന് 6 മാസമായി, വന്ധി എന്ന് പറഞ്ഞ അവൾക്കിപ്പോൾ 6 മാസമായി, ദൈവത്തിൻ്റെ അസാധ്യമായിട്ടൊന്നുമില്ല. ഉടനെ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ. അതായത് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് എന്നിൽ സംഭവിക്കട്ടെ, ആമേൻ എന്ന് പറയണം നീ. ഇത് നിന്നിൽ സംഭവിക്കുമെന്ന് നീ പറയണം നീ. അത് വിശ്വസിക്കുന്നത് എന്നിൽ സംഭവിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നോട് ഈ വചനം പറയുന്നത്. ഓരോ ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്നിൽ സംഭവിക്കണമെന്നും സംഭവിക്കട്ടെ എന്നും സംഭവിക്കുമെന്നും നീ പറയണം, നീ സ്വീകരിക്കണം. അപ്പം അതാണ് വചനത്തെ സ്വീകരിക്കുന്നത്, സ്വീകരിക്കുകയാണ്. യെശയ്യാ 49:7 ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കും, പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. കാരണം കർത്താവ് നിമിത്തം. നീ വിശ്വസിക്കണം. ഇത് ഈ വചനം കേൾക്കുമ്പോൾ ഓരോ കുടുംബനാഥയും മകനും മകളും വിശ്വസിക്കണം, ഈ വചനം എന്നെ നിറവേറും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന പക്ഷം ഇത് മുഴുവൻ നിറവേറും. ദൈവവചനത്തോട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഇതിനെ സംഭവിക്കുക തന്നെ ചെയ്യും. നീ ക്രിസ്തുവിൻ്റെ ദാസനായാൽ ദൈവം നിന്നെ ഉയർത്തും. ഞാൻ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകം നിന്നെ ഉയർത്തും. നീ നോക്കണ്ട, ലോകം ഉയർത്തുന്നത് പോലല്ലോ ദൈവം ഉയർത്തുന്നത്. ലോകം ഉയർത്തുന്ന രീതി വേറെ, ദൈവം ഉയർത്തുന്ന രീതി വേറൊന്നല്ലേ. യെശയ്യാ 55:8-9 കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലല്ല, നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും പദ്ധതികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പോൾ ഉയർത്തും, ദൈവം നിന്നെ ഉയർത്തും. മനുഷ്യർ നിന്നെ താഴ്ത്തിക്കോട്ടെ, വീട്ടുകാർ നിന്നെ താഴ്ത്തിക്കൊള്ളട്ടെ, ഭാര്യ നിന്നെ താഴ്ത്തിക്കെട്ടട്ടെ, ഭർത്താവ് നിന്നെ താഴ്ത്തിക്കൊള്ളട്ടെ, അപ്പൻ താഴ്ത്തി ശപിച്ച് നിന്നെ തള്ളട്ടെ, അമ്മ നിന്നെ ശപിച്ച് ഇറക്കി പോകാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടട്ടെ, നിനക്കാരുമില്ലെന്ന് നീ പറയട്ടെ. ആണ് ആ വചനം നിങ്ങൾ മക്കളെ, ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്നത് ഏറ്റവും വെറുക്കപ്പെട്ടവനായിരിക്കും. ചിലപ്പോൾ നീ കുടുംബത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഏതോ ഒരു പാപം ചെയ്തതിന് പിന്നെ കുടുംബം മുഴുവൻ എല്ലാ കാലവും നീ പിഴയാണ്, മോശമാണ്, ചീത്തയാണ്, നീ ശരിയല്ലെന്ന് പറഞ്ഞ് നിന്നെ ശപിക്കുന്നുണ്ട്. നീ ഒരാൾ കാരണമാണ് ഈ കുടുംബം നശിച്ചത്, നീ ഒരാൾ കാരണമാണ് തകർച്ച, നീയാണ് എല്ലാത്തിനും. നിന്റെ മേലെല്ലാവരും തുപ്പുന്നുണ്ടാകും. ഈശോയെ ശിരസിൽ മുൾക്കിരീടം വെച്ചിട്ട് കയ്യിൽ ഞാങ്ങണ പിടിപ്പിച്ചിട്ട് ചമന്ന മേലം പിടിപ്പിച്ചിട്ട് അവനെ തുപ്പുന്ന പോലെ നിന്റെ മേലെല്ലാവരും തുപ്പുന്നുണ്ടാകും. എല്ലാവരും ശപിക്കുന്നു, ഇവനെ കുറിച്ച് തിരക്കുക എന്നെല്ലാവരും പറയുന്നുണ്ടാകും. അങ്ങനെ ഏറ്റവും വെറുക്കപ്പെട്ടവൻ, ആർക്കും തന്നെ ഇഷ്ടമില്ല, സമൂഹത്തിന് ഇഷ്ടമില്ല. കാരണം നിന്റെ ചരിത്രം പറയും, ഇവൻ ആരാ നമുക്കറിയാം, ഇവൾ ആരാണ് നമുക്കറിയാം, ഇവൻ്റെ വീട്ടുകാരെ നമുക്കറിയാം, ഇവന് തറവാടറിയാം, ഇവന് കുടുംബത്തിൽ തന്നെ നടന്നറിയാം, ഇവനൊക്കെ ആരാ ഇത്തരം പറയാൻ, ഇവളൊക്കെ ആരാ ഇത്തരം പറയാൻ എന്നൊക്കെ പറയുന്ന ചില അനുഭവങ്ങളുടെ നടുവിലൂടെ വെറുക്കപ്പെട്ടവര്, ചില യുവാക്കളത്, അച്ചോ എൻ്റെ അപ്പൻ എന്നെ വെറുത്ത അച്ചോ. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ, ചെറുപ്പക്കാർ തകർന്നു പോകുന്നതിൻ്റെ പേരിൽ ഒരു രഹസ്യമുണ്ട്. അതായത് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നാണ് വിവാഹമോചനം, ഡിവോഴ്സ്. ദൈവം വെറുക്കുന്നൊരു പ്രവൃത്തിയാണിത്. ബൈബിൾ പറയുന്നുണ്ട്, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. ഒരിക്കലും ദൈവം അക്സെപ്റ്റ് ഇല്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു വിവാഹമോചനം നടക്കുമ്പോൾ ചിലരൊക്കെ പ്രശ്നങ്ങൾ തീരുന്ന അന്നപ്പോഴാണ്. പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമല്ല അവിടെ തീരുന്നത്, ചില കുടുംബക്കാരുടെ, ചില മാതാപിതാക്കളുടെയും ആഭ്യന്തര പ്രശ്നമാണ് തീരുന്നത്. ചിലപ്പോൾ അതാണ്, അങ്ങനെയാണ് അവരുടെ പ്രശ്നം. പക്ഷേ അതോടെ ഒരു വലിയൊരു തകർച്ച സംഭവിക്കുന്നുണ്ട്. സ്നേഹിച്ചവർ, ഒരുമിച്ച് കഴിയുന്നവർ, കുടുംബം, വിവാഹമെന്ന കൂദാശയിൽ ഒരുമിച്ച് കഴിയുന്നവർ, ആ കുടുംബത്തിൽ അവരുടെ ഒരു മുറിവുണ്ടത്, ആ തകർച്ചയുണ്ട്. ചിലപ്പോൾ അവൾക്കെതിരെ പറയുന്ന അപമാനങ്ങളും വാക്കുകളും അതുകൊണ്ട് കയറിക്കൊണ്ട് ഈ പാവപ്പെട്ട പെങ്കൊച്ച് 20, 21, 22 വയസ്സിൽ ചങ്ക് തകർന്ന് മാനസിക രോഗത്തിന് മരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ചില മരുമക്കൾ കെട്ടിക്കയറി വന്ന കൊച്ചിനെ അമ്മായിപ്പനും അമ്മായിമ്മയും മകനും എല്ലാം കൂടി ഒരുപാട് അതും ഇതും എല്ലാം പറഞ്ഞ് ഇത് പിഴയാ, ഇത് മോശം,
കാരണം ഇതിനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി എന്നൊക്കെ അപവാദങ്ങളങ്ങ് പറഞ്ഞ് പറയാൻ നല്ല സുഖമാണ്. പക്ഷേ ഈ കുഞ്ഞിരുന്ന് കരയും, ദൈവമേ ഞാനൊരു വീട്ടിൽ നിന്നങ്ങ് പോകുന്നു, എൻ്റെ ജീവിതം ഇനി എന്താവും, അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ പോകും ഞാൻ, എനിക്കിനി ആരുമില്ല. ഒരു കരച്ചിലുണ്ട്, ഒരു നിലവിളിയുണ്ട്. ഈ നിലവിളിയൊക്കെയാ ആ കുടുംബത്തിൽ കെട്ടിക്കിടക്കും. പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു, 5 തരം കണ്ണുനീര് ഒരുവൻ്റെ ജീവിതത്തിൽ വീഴരുത്. ഒന്ന്, ദൈവത്തിൻ്റെ കണ്ണുനീര് വീഴരുത്. ദൈവത്തിന്, അതാണ് സത്യവചനം വിശ്വാസവിരുദ്ധമായിട്ടും സഭയ്ക്കെതിരെ ബൈബിളൊക്കെ കീറുമ്പോൾ, കുർബാനയ്ക്കെതിരെ പറയുമ്പോൾ, വിശ്വാസത്തിനുമ്പോൾ ഒരു കണ്ണുനീര് വീഴും. ദൈവത്തിൻ്റെ കണ്ണുനീര് പെയ്തിറങ്ങുന്നൊരു സംഭവമുണ്ട്. അത് വരരുത്. നമുക്കറിയാം, ജെറുസലേമിനെ നോക്കി ഈശോ വിലപിക്കുന്നു. ജെറുസലം ജെറുസലം, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുന്നവളെ, പിടക്കോട് തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകനടിയിൽ സൂക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു ആഗ്രഹിച്ചു എത്രയോ തവണ, പക്ഷെ നീ സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കണ്ണുനീര് വീഴുന്ന കാണാൻ പറ്റും. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ജെറുസലേമിൽ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെ ഒരു പള്ളിയുടെ തന്നെ പേര് ഈശോ കരഞ്ഞു എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഒരു കണ്ണുനീരിൻ്റെ ഒരു പള്ളിയുണ്ട്. അങ്ങനെയുള്ള പള്ളികളായിട്ട് ചില ജീവിതങ്ങൾ, ചില ഇടവകളൊക്കെ, ചില വൈദികരുടെയും സഭയുടെ ഒക്കെ കണ്ണുനീരിൻ്റെ, ചിലപ്പോൾ ചില രൂപതകൾ തന്നെ, ചില സ്ഥലങ്ങൾ തന്നെ, ചില ദേവാലയങ്ങൾ തന്നെ, ചില കണ്ണുനീരിൻ്റെ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുനീര്. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കണ്ണ് പൂട്ടാൻ ആരെയും കൊണ്ടും പറ്റില്ല. ഗലാത്യ 6:7, ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ല. യു കാനോട്ട് ചീറ്റ്. ദൈവത്തെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു അപ്പനെ ചീറ്റ് ചെയ്യാം, അമ്മയെ ചീറ്റ് ചെയ്യാം, സഭയെ ചീറ്റ് ചെയ്യാം, കൂടെയുള്ളവരെ ചീറ്റ് ചെയ്യാം, ആരെ ചീറ്റ് ചെയ്യാം. പക്ഷേ യു കാൻ ഡു, ദൈവത്തെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിയുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. നീതിവിധിയാളനായ ദൈവത്തിന് ആ കണ്ണുനീര് നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ മക്കളുടെ മേൽ, നിൻ്റെ ഭാര്യയുടെ മേൽ, നിൻ്റെ ഭർത്താവിൻ്റെ മേൽ, നിൻ്റെ വസ്തുവകളുടെ മേൽ, നിൻ്റെ ബിസിനസ്സിൻ്റെ മേൽ, നിൻ്റെ ജീവിത തീരുമാനങ്ങളുടെ മേൽ പെയ്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നീ പരിഹാരം, പ്രാശ്ചിത്തം ചെയ്താൽ ഒരു വർഷം ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർന്നു പോകും. ചിലപ്പോൾ സഭയിൽ നിന്നും, വൈദികരിൽ നിന്നും, അധികാരികളിൽ നിന്നും, മെത്രാന്മാരിൽ നിന്നും, സിസ്റ്റേഴ്സിൽ നിന്നും, സ്കൂളുകളിൽ നിന്നും, പ്രിൻസിപ്പളിൽ നിന്നും ഒക്കെ പീഡനങ്ങൾ, നിങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ടാകും. ശരിയാണ്, അവരുടെ ബലഹീനതയുടെയോ നമ്മുടെ ബലഹീനതയുടെയോ, അവരുടെ പ്രശ്നങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇത് വെച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ പകയും വിദ്വേഷവുമായിട്ട് നീങ്ങുമ്പോൾ അത് നിനക്കത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിനക്കും നിൻ്റെ തലമുറയ്ക്കും മക്കൾക്കും അനുഗ്രഹമാകുമെന്ന് എനിക്കത്ര തോന്നുന്നില്ല. അവിടെയാണ് നമ്മൾ എളിമപ്പെടണം. എളിമപ്പെടാതെ പറ്റില്ല. ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ഈശോ കാണിച്ച പോലത്തെ ഒരു എളിമയാണ്. അതായത് യോഹന്നാൻ 13:1-8 വരെയുള്ള വചനം, അവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതൊരു എളിമയുടെ ഒരു അടയാളമുണ്ട്. അതുപോലെ താഴണം നീ, താഴാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ആ കണ്ണുനീര്. രണ്ടാമത് ഞാൻ പറയും, കുടുംബങ്ങളിൽ മരുമക്കളുടെ കണ്ണുനീര്, മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കണ്ണുനീര് വീഴാതിരിക്കാൻ മാതാവ്, ഇതൊക്കെ ഒന്നും സാരമില്ലെന്നേ, ഇതെല്ലാം ബുദ്ധിജീവികളുടെ കാലഘട്ടമാണ്. പക്ഷേ ഈ ബുദ്ധിജീവികൾക്കാണ് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്തത്. ഒരു ബുദ്ധിയില്ലാത്തവന് പ്രശ്നം തീർക്കും. ഞാൻ ഈ ഹൈറേഞ്ച് മേഖല ശുശ്രൂഷ ചെയ്യുന്നതാണ്. പാവങ്ങളുടെ ഇടയിലൊരു ശുശ്രൂഷ പ്രശ്നമൊക്കെ എത്ര പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രശ്നം പരിഹരിച്ച് അവർക്ക് സമാധാനം, നമുക്ക് സമാധാനം. 5 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർന്നു. ആമേൻ. പിറ്റേ ദിവസം ഭക്ഷണവും പാട്ടും ചെട്ടയും ബഹളവും ഒക്കെയാണ്. ചെറിയ ഇടവുകളൊക്കെ ഇരിക്കും. എൻ്റെ രസം അറിയോ, ഇതെല്ലാം ബുദ്ധിജീവികളോ. പഠനം കൂടിപ്പോയതാണ് അവൻ്റെ പ്രശ്നം തീരാത്തത്. അവൻ്റെ അറിവ് കൂടിയതാണ് അവൻ്റെ പ്രശ്നം തീരാത്തത്. അവൻ്റെ സൈക്കോളജി കൂടിയതാണ് അവൻ ഇതുവരെയായിട്ട് അവൻ്റെ സൈക്കിക് പ്രശ്നങ്ങൾ തീരാത്തത്. അവൻ്റെ മാനസിക പ്രശ്നം ഇതുവരെ തീരാത്ത അവൻ്റെ സൈക്കോളജി കൂടിയുണ്ട്, അവളുടെ ബയോളജി കൂടിയുണ്ട്. ഇതുവരെ അവളുടെ ബയോളജിക്കൽ പ്രശ്നം തീർന്നിട്ടില്ല. പഠിച്ച് ബയോളജിയുടെ അങ്ങേയറ്റം ചെന്നപ്പോൾ ഇനി അങ്ങേയറ്റം ചെന്നിട്ട് ഇവളുടെ പ്രശ്നം തീർന്നിട്ടില്ല, ഇവൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, കുടുംബ പ്രശ്നങ്ങൾ അതാണ് ഇവിടെ വരുന്നത്. കണ്ണുനീരുടെ, മരുമക്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഫാമിലി പ്രശ്നം വന്നേ. അപ്പോൾ ഒറ്റയാഴ്ച ഇപ്പോൾ ഇവള് കരഞ്ഞു മാവിട്ട് എൻ്റെ അടുത്ത് ഒന്ന് വെച്ചോ, പ്രാർത്ഥിക്കണേ, എന്താണ് പ്രശ്നം, എന്താ, നിന്നെ എന്താ അവിടുന്ന് അവൻ ഇറക്കി വിട്ട്, കാരണം എന്താ? പക്ഷെ സത്യം പറഞ്ഞാൽ അച്ചോ, എനിക്ക് എൻ്റെ ശരീരം വണ്ണം കൂടുതൽ, എത്രയുള്ള പ്രശ്നം. പക്ഷെ അവർ ഇതൊന്നും പറയില്ല. ഇത് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതിന് വേറെ കഥകളുണ്ടാക്കുക. കേസൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തൊക്കെ രസങ്ങളാണ്. ഇതൊക്കെ ദൈവസന്നിധി കണക്ക് കൊടുക്കുന്നുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പഠിക്കണം. ആദ്യം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കണം. വേറെ എന്താ, പണം ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചു, ടെലിവിഷൻ കാണാൻ പഠിപ്പിച്ചു, എല്ലാ സാധനവും പഠിപ്പിച്ചു. ഇത് പക്ഷേ ഒരു കാര്യം മാത്രം പഠിപ്പിച്ചിട്ടില്ല, മക്കൾ മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ ഒന്ന് പഠിപ്പിക്കണേ.
കുറവുള്ളവനെയും വഹിക്കാൻ പറ്റണേ, കുറവുള്ളവനെ കൂട്ടത്തിൽ കൊണ്ടുപോകണേ. കൈയില്ലാത്തും കാലില്ലാത്തും മൂക്കില്ലാത്ത ചെവിയില്ലാത്ത ഒക്കെ കാണുവേ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ വേറെ വല്ലതൊക്കെ ദൈവം അങ്ങോട്ട് തരും. അത് പിന്നെ കളയാനും മേല, കൊള്ളാനും മേല, തള്ളാനും മേലാത്ത ചില സംഭവങ്ങളൊക്കെ കുടുംബത്തുണ്ടാകുന്നതിന് പിന്നിൽ ഇതൊക്കെയുണ്ട്. അനുദപിക്കണം, ഇവിടെ ഉൾക്കൊള്ളാൻ പഠിക്കണം, നമ്മൾ ക്ഷമിക്കാൻ പഠിപ്പിക്കണം. വാശിയും വൈരാഗ്യങ്ങൾ, ഇത് വാശിയാണ്, അത് ഒരു വാശിയുടെ ലോകമാണ്, പ്രതികാര ബുദ്ധിയാണത്. അത് മാറണം നമ്മുടെ ഉള്ളിൽ നിന്ന്. വചനം പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 5:23, നീ കാഴ്ചയർപ്പിക്കാനായി ബലിപീഠത്തിന് അരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു ബലിപീഠത്തെങ്കിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. ക്ഷമയുടെ മാതൃക കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് വേണം. ഇതൊന്നും ഇല്ലാതെ തത്വശാസ്ത്രങ്ങൾ നമ്മൾ ചില കാര്യം വരുമ്പോൾ പ്രാർത്ഥനയൊക്കെ വിട്ടു, ബൈബിളൊക്കെ ധ്യാനമൊക്കെ എല്ലാം വിട്ടു, നമ്മൾ എല്ലാ കാര്യവും വിട്ടു. വിവാഹമോചനങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ ബൈബിളും സഭയുടെ കാറ്റക്കിസവും വിശ്വാസ പഠനങ്ങളും കൂദാശകളും എല്ലാം അങ്ങ് മാറ്റിവെച്ചു. ഇനി നമുക്ക് അതങ്ങ് മാറിയിരിക്കട്ടെ, ഇനി നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. അപ്പോഴാണ് തനി സ്വഭാവം വർത്തിരുന്നത്. ഒരുപാട് പേര് തനി സ്വഭാവം കാണിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ചില ക്രൈസിസ് വരുമ്പോൾ അവൻ്റെ ഈ പുറംപൂച്ച്, അവൻ്റെ ഈ മാസ്ക് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ മുഖത്ത് വെച്ചിരിക്കുന്നതല്ല, അത് ദേഹം മുഴുവനുള്ള മാസ്കാണ്. അത് മുഖത്ത് മാത്രമായിട്ട് വെച്ചിട്ടേ കാര്യമുള്ളൂ. അവിടെ മൊത്തത്തിരിക്കുന്ന മാസ്കാണ്. അപ്പോൾ ഒരു പ്രശ്നം വരട്ടെ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് തനി നിറം കാണിക്കാൻ തുടങ്ങി. ദൈവം ഇപ്പോൾ ലോകത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളും കൊടുക്കുന്നത് തനി നിറം പുറത്തു വരാൻ വേണ്ടിയാ. തനി നിറം പുറത്തു വരുന്ന സമയമാണ്. എല്ലാവരും തനി നിറങ്ങൾ പുറത്തു വരാൻ ദൈവം അനുവദിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതിമനോഹരമായ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ഹല്ലേലൂയ പറയുന്നു, ഞാൻ സ്തുതിക്കുന്നു, മഹത്വം നൽകുന്നു. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരി കണ്ണുനീര് അവിടെയാണ്. സഹോദരങ്ങളുടെ ചില വീട്ടിലുണ്ട്, അപ്പൻ ചില മകനോട് താല്പര്യം, അമ്മയ്ക്ക് താല്പര്യം, ചില മകനോട് വേണ്ട. ഒരു കുട്ടിയൊക്കെ മതി, മക്കൾ ജനിക്കണം, കുഞ്ഞുങ്ങൾ നിൽക്കണം. ക്രൈസ്തവ കുടുംബത്തിൽ ഇത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവുകൾ ജനിപ്പിക്കാനുള്ള, സൃഷ്ടിക്കാനുള്ള കർമ്മമുണ്ട്, ആ കഴിവുണ്ട്. ഒരാളുടെ വീട്ടിലെ പണത്തിൻ്റെ അളവനുസരിച്ച് അത് ഞങ്ങൾ പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, ഒരു റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും, റെസ്പോൺസിബിൾ ഉത്തരവാദിത്വപൂർണ്ണമായ കുടുംബജീവിതം. അപ്പോൾ ആ കുടുംബം ഉത്തരവാദിത്വം, അതായത് ജനിപ്പിക്കുന്ന കുഞ്ഞിനെ പഠിപ്പിക്കാനും അതിൻ്റെ ആത്മീയ വളർച്ച, മാനസിക വളർച്ച, ശാരീരിക വളർച്ച, അതിന് ആത്മീയ വളർച്ച, ശാരീരിക വളർച്ച, മാനസിക വളർച്ച, വിശ്വാസ വളർച്ച, ഇതിന് ഉതകുന്ന സാഹചര്യങ്ങളും സമ്പത്തും ജോലിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വെക്കണം. അപ്പനും അമ്മയും കൂടെ 2 പേരും കൂടെ പോയി കട്ടപ്പെട്ട് പണം എല്ലാം ഉണ്ടാക്കി ഒരു കൊച്ചു മാത്രമുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഈ കൊച്ചിനെ ഏൽപ്പിക്കാൻ പോവാണ്. അവനാണ് ഇപ്പോഴേ വേറെ പോയി, അവൾ വേറെ പഠിക്കും. അപ്പം പിന്നെ ആരാണ് നിങ്ങളെ സമ്പത്തോഷം? ഒരാൾ ജോലിക്ക് പോവുക, ഞാൻ പറയുന്നത്, ഒരാൾ ജോലിക്ക് പോവുക, കുഞ്ഞുങ്ങൾ ജനിക്കണം, മറ്റേയാൾ ജോലിക്ക് അത്യാവശ്യം. ജോലിയാണ് ഇന്നത്തെ ദൈവം. അത് തന്നെയാണ് നിങ്ങളുടെ കുടുംബങ്ങൾ തകരാനുള്ള ഒന്നാമത്തെ കാരണം. വിദ്യാഭ്യാസവും ജോലിക്ക് അമിത പ്രാധാന്യം കൊടുത്തപ്പോൾ ദൈവത്തിനും കുടുംബത്തിനും പ്രാധാന്യം ഇല്ലാതായി പോയി. കുടുംബത്തെക്കാളും മക്കൾ ജനിക്കണത്, ഞാൻ പറയുന്നത്, അത് എത്രയോ പണ്ടത്തെ തലമുറയിലൊക്കെ എങ്ങനെയാണല്ലോ, എത്ര മക്കളൊക്കെ ഉള്ളത്. എൻ്റെയൊക്കെ തറവാട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദറിനൊക്കെ നോക്കും, എത്ര മക്കൾ, 10-15 മക്കളുണ്ട്. 15 മക്കളുള്ള ഒറ്റ കുടുംബം. ആൾക്കാരുണ്ട് 15 മക്കൾ ഒരമ്മയ്ക്ക്. എന്ത് മനോഹര, ഇത് സ്നേഹത്തിൻ്റെ ഭയങ്കര അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പം അത് വേറൊന്നുമല്ല ലക്ഷ്യം. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയ ജന്മയ്ക്കുള്ള അത് ജനിപ്പിക്കാൻ ജീവൻ ദൈവം തരും ദാനമാണ്. ജീവൻ ഞങ്ങൾക്ക് എത്ര കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾ കരയെന്ന് കാണാൻ പറ്റുമേ. എന്തൊരു വാവിട്ട് കരയുന്നു. അവർക്ക് കുഞ്ഞിനെ കിട്ടാത്തതുകൊണ്ട് വിഷമം എന്തൊരു അനുഭവിക്കുന്നു. ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്ന വെച്ചുകൊണ്ട് അവർ എത്രയോ പ്രാർത്ഥനകളും നോയമ്പുകളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും നടത്തിക്കൊണ്ടിരിക്കുക. അവസാനം സങ്കടപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവം നിൽക്കുമ്പോൾ ഒരു ഭാഗം ദൈവം കുഞ്ഞുങ്ങൾ ജനിപ്പിക്കാൻ അനുഗ്രഹം കൊടുത്തവൻ അതൊരു വേണ്ട. ഇല്ലാത്തവനെ ആഗ്രഹിച്ച് നടക്കുന്നു, ഉള്ളവന് എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്, എനിക്ക് ഓടണം, എനിക്ക് കുറേ കാലം ചെയ്യണം, എനിക്ക് കൂടെ തിന്നണം, കുടിക്കണം, കുറേ പണം ഉണ്ടാക്കണം, അത് വേണം. അപ്പം ഇതൊന്നും പറ്റത്തില്ല. 1 കൊച്ച് 2 കൊച്ച് നിർത്തുന്നു, പരിപാടി നിർത്തി. എന്നിട്ട് പറയുക ഇതൊന്നും തെറ്റൊന്നുമില്ല, ഇത് ധാരാളം കുടുംബങ്ങൾ ഉണ്ടാകണം. അത് ദൈവം തന്ന ദാനമാണത്. അതിനെ നിയന്ത്രിക്കാനുള്ളത് ദൈവമാണ് നിയന്ത്രിക്കേണ്ടത്, അല്ല നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊന്നുമല്ല. ദൈവമാണോ നിയന്ത്രിക്കേണ്ടത്. അത് സമൂഹത്തിനല്ല, അത് പോസിറ്റീവായിട്ട് എടുക്കണം. അതിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ലോക കഥകളുണ്ട്, അതല്ല പറയേണ്ടത്. അതുപോലെ തന്നെ അബോർഷനുകൾ, പല കുഞ്ഞുങ്ങളുണ്ട് അബോർഷൻ്റെ അപകടമാണ്.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മയുടെയും ഒരു പെൺകുട്ടിയുടെയും ഗർഭപാത്രത്തിൽ ഒരു ചോരക്കളറായിട്ട് മാറരുത് കേട്ടോ. അതൊരു കശാപ്പശാലായിട്ട് മാറരുത്. ഞാൻ പറയും, ഈ കുതിരത്തിന്ന് ഈ മരിച്ചു പോകുന്ന കുഞ്ഞ് ആദ്യം സ്വർഗത്തിൽ ചെന്നിട്ട് തമ്പുരാൻ ചോദിക്കും, എന്താണ് മോനെ കുഞ്ഞ് ഈ മോൻ ഇങ്ങോട്ട് നേരത്തെ വന്നത്? എൻ്റെ അമ്മ എന്നെ വേണ്ടെന്ന് പറഞ്ഞു എന്നെ കൊന്നതാ, അങ്ങ് വന്നതാ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പറന്നു പൊങ്ങുന്നുണ്ട്. നമ്മുടെയൊക്കെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്രൂരതകളെ നമ്മളൊക്കെ കണ്ണടച്ച് ലോകത്തെ ഇരുട്ടാക്കുന്നൊരു തലമുറയാണ്. അറിവ് കൂടിയെന്നാണ്, അറിവ് കൂടുതലല്ല, കണ്ണടച്ചിട്ടുള്ളൊരു അറിവാണ്. അത് കണ്ണ് തുറന്നുള്ള അറിവല്ല. കണ്ണ് തുറന്നാൽ ആത്മാവിൻ്റെ കണ്ണ്, മനസ്സിൻ്റെ കണ്ണ് വേണ്ടവണ്ണം തുറന്നിരിക്കാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അതിനെല്ലാം സൽപ്പേരും ഒക്കെ വരിക, ഒരുപാട് ദുരന്തങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള പാപങ്ങൾ വരുമ്പോൾ കുമ്പസാരിച്ചു, അത് മാത്രം പോരാ, പരിഹാരം ചെയ്യും. എപ്പോഴും പറയും, ഈ നാളുകളിൽ എല്ലാവരും ചെയ്യേണ്ടത്, ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തെ അറിയാതെ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ സുവിശേഷ വരുത്തുന്നു. അതിന് പരിഹാരവും പ്രാശ്ചിത്വവും നോയമ്പും ഉപവാസവും ഒക്കെ എടുക്കണം. അതിന് ക്ഷമ പറയും. നമ്മൾ താഴണം, ചെറുതാകണം, ഇങ്ങനെ പൊങ്ങി നിൽക്കരുത് എപ്പോഴും. ഞാനാണ് അപ്പൻ, ഞാനാണ് അമ്മ, ഞാനാണ് ദൈവം, ഞാനാണ് തീരുമാനം, എൻ്റെ മേലെ സർവാധികാരി. ആര് പറഞ്ഞു സർവാധികാരി? ഈയിടെയായിട്ട് കോവിഡാണ് പ്രശ്നം. പലരുടെയും സർവാധികാരി ഇപ്പോൾ ഈയിടെയായിട്ട് കോവിഡാണ്. നീയൊന്നും നിൻ്റെ മേലുള്ള സർവാധികാരിയൊന്നുമല്ല. ഒരു അപകടം വന്നാൽ മതി, ഞാൻ വണ്ടി എടുത്ത് പുറത്തു പോകുമ്പോൾ തിരിച്ച് ആ വണ്ടി കൊണ്ട് ഡൊമിനിക്കച്ചൻ തിരിച്ച് വരണത് യാതൊരു നിർബന്ധവും ഇല്ല. ഈ പോകുന്ന വഴി എന്ത് സംഭവിക്കും? ഇത്രയൊക്കെയുള്ള ജീവിതം. ആരൊന്നും തീർത്തൊന്നും പറയണ്ട. രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രഭാതം കാണുന്നു, എന്നെ ഉറപ്പ് ഇന്ന് രാത്രി കിടക്കുന്നവർ നാളെ എല്ലാവരും ഒരിക്കലും കാണില്ലെന്നുള്ള കാര്യം നമുക്കെല്ലാം ഉറപ്പാണ്. അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഒന്ന് മരണത്തിന് പ്രായമോ നോട്ടോ ആണോ പെണ്ണോ അല്ലെങ്കിൽ വിദേശിയാണെന്നോ സ്വദേശിയാണെന്നോ പൈസ കൊണ്ടൊന്നോ ബിസിനസ്സുകാരനാണെന്നോ ഒന്നുമില്ല. നേരം വെളുക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, നേരം വെളുത്തെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ടൊന്നും നമുക്കൊന്നും അതിനൊന്നും വളർന്നിട്ടില്ല മനുഷ്യൻ. അത്ര വളർന്നെന്നുള്ള അവൻ്റെ ധാരണയാണ് അവനിൽ അഹങ്കാരം കൊടുക്കുന്നൊരു തെറ്റായ ബോധ്യം. വെൻ പ്രൈഡ് ഡോമിനേറ്റ്സ്, നിനക്ക് റോങ് കോൺഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കും. അതിനെ നീ ശരിയെന്ന് പിടിക്കും. നിനക്കൊരു ലക്ഷ്യം. ഞാൻ പലപ്പോഴും പല യുക്തിചിന്തകളുടെ അവന് ചില ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമൊന്നുമല്ല, അവൻ്റെ ഉള്ളിൽ ഏതൊരു തിന്മയവൻ ഒരു തിന്മയവൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് പോകാതിരിക്കാൻ വേണ്ടി അവൻ അതിനൊരു ശാസ്ത്രം ഉണ്ടാക്കി. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം, ഇന്നത്തെ പ്രബോധകന്മാരെല്ലാം ഏതൊരു പാപത്തെ, ബൈബിളിൽ പറയുന്ന തിരുവചനങ്ങൾക്ക് വിരുദ്ധമായ പ്രബോധനങ്ങൾ ഏത് വിഷയത്തിലും നൽകുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ പഠിച്ചോ, അവൻ്റെ ജീവിതത്തിൽ അതേ തിന്മ കിടപ്പുണ്ട്. ആ തിന്മയെ അവന് ന്യായീകരിക്കാൻ വേണ്ടി അവൻ വലിയ ബുക്കുകൾ എഴുതിയെന്ന് വരും. അത് ഇംഗ്ലീഷിലോ മറ്റേതെങ്കിലും ഭാഷകളൊക്കെ എഴുതി അവൻ പബ്ലിഷ് ചെയ്യും. അതിന് നല്ല ലോജിക്കൽ സീക്വൻസോട് കൂടി അവൻ എഴുതുവേ. അതിനുള്ള പ്രമിസ്, ഫസ്റ്റ് പ്രമിസ്, സെക്കൻഡ് പ്രമിസ്, തേർഡ് പ്രമിസ്, കൺക്ലൂഷൻ, അല്ല ബ്യൂട്ടിഫുൾ തീസിസ്, നല്ല അസൈൻമെൻ്റ് അവൻ പ്രസൻറ്റ് കേട്ട് ഞാൻ കറക്റ്റാന്ന്. പക്ഷെ പിശാചാണത് പ്രശ്നം. ദൈവമില്ല, വിശ്വാസമില്ല, വിശുദ്ധിയൊന്നും വേണ്ട, ഇതാണ് നേട്ടം, അതാണ് നേട്ടം, ഇതാണ് നേട്ടം, അതാണ് വലിയ ഫിലോസഫി അടിക്കുന്നത് കാണാം. അപ്പം വേണ്ട, അമ്മ വേണ്ട, സഭ വേണ്ട, പള്ളി വേണ്ട, കുർബാന വേണ്ട, അബോർഷനോ നമ്മുടെ സുഖമാണ്, ഇതൊക്കെ ലോകത്തുള്ളതാണ്, അവിടെ ചെയ്തു ഇവിടെ ചെയ്തു. കുഴപ്പമില്ല. അവസാനം ചെയ്തു വരും നിനക്ക്. അത് പല ഫ്രണ്ട് യൂത്തിനോട് ഞാൻ പറഞ്ഞു, മക്കളെ ചെറുപ്പകാലം നല്ല കാലഘട്ടം, അടിച്ചു പൊളിച്ചിരിക്കുന്ന കുഴപ്പമില്ല. ശരിക്കും അടിച്ചു പൊളിച്ചാൽ ജീവിതം മുഴുവനും പൊളിഞ്ഞു പോയിക്കോളും. പ്രസിലോഷൻ. പിന്നെ നിനക്ക് വരാൻ പോകുന്ന കുഴപ്പം, ഒരു 35 വയസ്സ് കഴിഞ്ഞൊരു കാലഘട്ടം വരുമ്പോൾ നീ ഒറ്റപ്പെടും. പിന്നെ എപ്പോഴും ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം മുഴുവൻ ഇരുന്ന് ധ്യാനിച്ചു. അവിടെ ഒരു കാര്യം നിങ്ങൾ കണ്ടുമുട്ടും, അവസാനം മനുഷ്യൻ ഒറ്റപ്പെടുന്നതുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെടുകയാണ്. അവനൊറ്റപ്പെടുക. അവൻ്റെ ദൈവം പറുദീസായി ഇറക്കി വിടുമ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോവുകയോ. എപ്പോഴും എനിക്ക് ആരുമില്ല, എൻ്റെ അപ്പനില്ല, അമ്മയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശയിൽ കഴിയുന്ന ആളുകൾ. ഏതോ ഒരു പാപം അവനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ പാപമാണ് അവനെ ഒറ്റപ്പെടുത്തിയത്. ദൈവം ആരെയും ഒറ്റപ്പെടുത്താറില്ല. ഒറ്റപ്പെടുത്തിയത് നീ തന്നെയാണ് നിന്നെ ഒറ്റപ്പെടുത്തിയത്. ആ ദൈവസ്നേഹത്തിലേക്ക് അടുത്ത് തന്നാൽ മതി. നിന്നെ ആരൊറ്റപ്പെടുത്തിയാലും നിനക്ക് ആ ഫീലിംഗ് ഉണ്ടാകത്തില്ല. നിൻ്റെ ഉള്ളൊരിക്കലും ഏകാന്തതൻ്റെ ഫീലിംഗ് ഉണ്ടാകത്തില്ല. ആരെല്ലാം നിന്നെ ഇട്ടേച്ച് പോയാലും നിനക്കൊരു കുറവും തോന്നില്ല. നിനക്കത് കുറവിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവ സാന്നിധ്യം നിന്നെ വലയം ചെയ്തിരിക്കുന്നത്, ആലിംഗനം ചെയ്തിരിക്കുന്നത് നീ കാണുക തന്നെ ചെയ്തിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഇന്ന് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കണ്ണുനീര് ഒന്നും കുടുംബത്തിൽ വീടാക്കാൻ മനുഷ്യ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുടുംബത്തിലെ അബോർഷനുകൾ, ഡിവോഴ്സ്, ഇതൊക്കെ മാറണേ. ഒക്കെ നമ്മൾ എടുത്ത് കളയേണ്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ. അത് ഞാൻ പറഞ്ഞു, ഈ വിവാഹമോചനത്തിൻ്റെ മേഖലകളൊക്കെ ഒരിക്കലും അത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് അത് ദൈവം യോജിക്കട്ടെ.
പ്രാർത്ഥിക്കണം നമ്മൾ. അത് ദൈവത്തിൻ്റെ പദ്ധതികൾ. നമ്മളിന്ന് സഭയെയും വിശ്വാസത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങളുടെ കൂടുക. കാര്യം പള്ളിക്കകത്താണ് ഇപ്പോൾ കല്യാണം നടക്കുന്നെങ്കിലും ദേവാലയത്തിലുള്ള കുദാശകളൊക്കെ നമ്മൾ, പക്ഷേ ചില സമയങ്ങൾ നമ്മൾ ഈ ദൈവവചനങ്ങളും കുദാശകളുടെ അഭിഷേകങ്ങളും അതിനെ എല്ലാം അതിൻ്റെ ഒരു ബോണ്ടുണ്ട്, കുദാശ നൽകുന്നൊരു ബന്ധിക്കലുണ്ട്. അതൊക്കെ മാറ്റിവെച്ചിട്ടുള്ള നമ്മൾ സ്വന്തമായി മാറുന്നുണ്ട് ദൈവത്തെയും വചനത്തെയും വിശ്വാസം. എൻ്റെ സന്തോഷം, എൻ്റെ മാത്രം, എൻ്റെ ഹ്യൂമൻ റൈറ്റ്, എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അത് മാത്രം വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അപകടങ്ങളുടെ വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ അനുദപിച്ച് പ്രാർത്ഥിക്കണം. വിവാഹമോചനം ദൈവം ആഗ്രഹിക്കുന്നതല്ലത്. അത് മനുഷ്യൻ്റെ അവൻ്റെ സ്വാർത്ഥതയുടെയും അവൻ്റെ അഹങ്കാരത്തിൻ്റെയും അവൻ്റെ ജഡിക പാപങ്ങൾ, ചിലപ്പോഴൊക്കെ ജഡിക പാപങ്ങളുടെ ഒക്കെ പരിണിതഫലമായിട്ട് കയറി വരുന്നതാണ്. പല വിവാഹങ്ങളും അത് അതെല്ലാം അവരുടെ മൈൻഡ് തന്നെ വേർന്ന. അത് മാനസിക പക്വതയില്ല. പലപ്പോഴും യുവാക്കൾ യുവതികൾ മാനസിക മെൻ്റൽ മച്യൂരിറ്റി ഇല്ല, മാനസിക പക്വതയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ വേണ്ടവണ്ണം പ്രാർത്ഥിക്കുന്നില്ല. അവരെ മാതാപിതാക്കളുടെ പ്രോപ്പറായിട്ടുള്ള ഫോർമേഷൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കിട്ടുന്നില്ല. പ്രോപ്പറായിട്ട് അവർ നേരെയില്ല. അപ്പനമ്മയ്ക്കൊന്ന് വലിയ ആളായിട്ട് നടക്കണം. സൊസൈറ്റി ലേഡീസായിട്ടും സൊസൈറ്റി ജെൻസ് വലിയ ആളുകളായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കുടുംബം മറന്നു പോകും, മക്കളെ മറന്നു. അവർക്കെല്ലാം കൊടുക്കും, പണത്തിന് പണം, മുറിക്ക് മുറി, ഭക്ഷണം, വണ്ടി, എല്ലാ കാര്യം കൊടുക്കുന്നു. പക്ഷേ അവരുടെ ഒരു മച്യൂരിറ്റി, അവരുടെ ആത്മീയ വളർച്ച, അവരുടെ വിശ്വാസമുള്ളത് ഈശോയെ കൊടുക്കാൻ, ഈശോ നേരിൽ ഒക്കെ ഒരു ചെറിയ കാര്യം, അതിനൊന്നും വലിയ കാര്യം, അതിന് വേണ്ടത്ര വില കൊടുക്കുന്നില്ല. ഈ വില കൊടുക്കാതിരിക്കുമ്പോൾ പിന്നീട് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ വിവാഹമെന്ന് കുദാശ എന്തെന്ന് അറിയത്തില്ല. അതിൻ്റെ ആ വിവാഹത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. നല്ല ഭാര്യ ഭർത്താക്കന്മാർ ജീവിത വിശുദ്ധിയിൽ ജീവിച്ച് അവർ മുന്നോട്ട് പോകും. അവർക്ക് മക്കളുണ്ടാകണം, നല്ല കുടുംബങ്ങളുണ്ടാകണം, അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളർത്തണം. ഈ ജഡിക പാപങ്ങളൊക്കെ ആളുകൾ വീഴാതെ തലമുറകൾക്ക് കാത്തിരുന്ന കാരണം മറ്റൊന്നുമല്ല. അപ്പം അതിൻ്റെ കാരണം മറ്റൊന്ന്, അവരുടെ ഉള്ളിൽ അവർക്കൊരു വലിയ ബോധ്യമുണ്ട്. അതായത് ഇത് അവരുടെ സെക്ഷുവാലിറ്റി ലൈംഗികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന ഒരു കോൺസെപ്റ്റ് വേറൊന്നാണ്. അതായത് ലൈംഗികത എന്ന് വെച്ചാൽ മക്കളെ ജനിപ്പിക്കാൻ, ഭാര്യയും ഭർത്താവിനെ സ്നേഹിക്കാൻ, വേറെ ആർക്കും പങ്കുവയ്ക്കാത്തതാണ് അവരുടെ ലൈംഗികത. അത് ജീവിത പങ്കാളിക്ക് മാത്രം കൊടുക്കും. അതാണ് ക്രൈസ്തവ കുടുംബ ജീവിതത്തിൻ്റെ മഹത്വം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള യുവാക്കൾ, അതാണ് യുവാക്കളൊക്കെ ഓർക്കും ചെറുപ്പത്തോ ഭയങ്കര സന്തോഷം. എടാ ഒരുത്തി പഠിപ്പിച്ചു, അല്ല ഒരുത്തിനെ പഠിപ്പിച്ചു, അല്ല ഒരുത്തിൻ്റെ അത് കണ്ടു, ഇത് കണ്ടോ എല്ലാം നേടി. ഇതൊന്നും നേട്ടമല്ല. ആ കൊച്ചു തീർന്നു. അവൻ്റെ ജീവിതത്തിൽ ഇനി ഈ ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലം തുടങ്ങാൻ പോകുന്നത് വിവാഹ ബന്ധം ആരംഭിച്ചതിന് ശേഷമാണ്. അവന് ചിലപ്പം ഭാര്യയെ ഇഷ്ടപ്പെടില്ല, ഭർത്താവിനെ ഇഷ്ടപ്പെടില്ല. ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമുക്ക് കണ്ണും മുട്ടിയങ്ങ് വിശ്വസിച്ചാൽ നമുക്കോട് പണി കിട്ടും. വിശ്വാസിയായല്ലാതെ ആരെ ശരിയെന്ന് പറഞ്ഞാൽ ആര് ശരിയല്ലെന്ന് കുറച്ച് കഴിയും മനസ്സിലാവും. ആദ്യം ശരിയിട്ടത് അവസാനം നീ ഈ ശരിക്കെല്ലാം കൂടെ ഒറ്റ വെട്ടിടാൻ സാധ്യത അടുത്തു വരുന്നുണ്ട്. പക്ഷേ ആദ്യം മുതൽ അവസാനം ഈശോ നമുക്ക് കയ്പ് തരും, കയ്പിൻ്റെ അനുഭവം തരും, സന്തോഷത്തിൻ്റെ അനുഭവം തരും, പുഞ്ചിരിയുടെ അനുഭവം തരും, കണ്ണുനീരിൻ്റെ അനുഭവം തരുമെങ്കിലും നോക്കുമ്പോൾ നമ്മുടെ ദൈവം തന്നെയാ ശരിയും സ്നേഹവും. ദുഃഖങ്ങളും വേദനകളും ഒക്കെ മിക്സ് ചെയ്താണ് ദൈവം നമ്മളെ വളർത്തി വലുതാക്കുന്നെങ്കിലും മൊത്തം ചിന്തിക്കുമ്പോൾ ആ ദൈവമാണ് ശരി. അവൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ വചനം മാത്രമേ ശരി. എനിക്കൊരു കാര്യം ഉറപ്പാ, കുറച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകം മുന്നോട്ട് പോകാൻ ദൈവം പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ലോകം മുഴുവനും ഒരാളുടെ മുമ്പിൽ വന്ന് കുമ്പിടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ എല്ലാ ജനപദങ്ങളും കുമ്പിടും. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്, സത്യം. ഇത് ഡൊമിനിക്ക് ചെന്നുകൊണ്ട് പറയാം. എനിക്കുണ്ടായിരിക്കുന്ന ഒത്തിരി സൂപ്പർ നാച്ചുറൽ അനുഭവമുണ്ട്. അതൊന്നും എനിക്ക് എൻ്റെ കൂടെയുള്ളവർക്കറിയാം. ഒരുപാട് അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, ഈശോ മിശിഹ മാത്രം ദൈവം, അവൻ കർത്താവാണ്. അത് സത്യമാണ്, അതിനകത്ത് യാതൊരു മാറ്റം. നിൻ്റെ വേദനയ്ക്കോ നിൻ്റെ ശരിക്കും നിൻ്റെ ഒറിജിനൽ അപ്പനാണ് നമ്മുടെ ഈശോ എന്ന് പറയാം. നിനക്ക് ജീവൻ തരും ദൈവമാണ്. ആ ദൈവത്തോട് അവൻ പറയുന്നത് കേൾക്ക്. പരിശുദ്ധി അമ്മ പറയുന്നില്ലേ, കനാലിലെ കല്യാണം വരുന്നില്ല, അവൻ പറയുന്നത് ഡു വാട്ട് എവർ ഹി സേസ്, അവൻ എന്തൊക്കെ പറയുന്നു അത് കേൾക്കുക. Do whatever he says. അവൻ പറയുന്ന എന്തോ അതനുസരിക്കുക. ജസ്റ്റ് ബ്ലൈൻഡ്ലി ഒബേ ഹിം. ഈശോയെ അനുസരിക്കുക. അമ്മ പറയുന്നു ഈശോയിലേക്ക്. പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വരുന്ന മക്കളെ പരിശുദ്ധ അമ്മ കൊണ്ടുപോകുന്നു ഈശോയിലേക്ക്. കാരണം ഈശോയാണ് എല്ലാത്തിൻ്റെ ഉറവിടം. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, എൻ്റെ സർവ്വതും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഈ ഒരു വിശ്വാസ അനുഭവം നിൻ്റെ ഹൃദയത്തിലേക്ക് ഉണ്ടാകണം. അപ്പോഴാണ് നിനക്ക് കരകയറാൻ പറ്റുള്ളൂ. ഈ ദിവസം നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളും മുഴുവനും കൊടുത്തങ്ങ് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ വിഷമങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും ഭാരങ്ങളെയും എല്ലാം കൊടുത്തങ്ങ് പ്രാർത്ഥിക്കാം.
നമുക്ക് അനുഭവം കിട്ടട്ടെ. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ ബന്ധനമായിട്ട് നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ വിവാഹ പ്രശ്നങ്ങൾ, ഇത് ഭാര്യയും ഭർത്ത പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് വിവാഹ അവസരത്തിൽ ജപമാല കയറ്റരും, അതൊന്ന് ഒരുമിച്ചൊന്ന് ചൊല്ലിത്തുടങ്ങ്. അതാണ് കത്തോലിക്ക സഭയുടെ വിവാഹമെന്ന കൂദാശയുടെ ഒരു പരിണിത ഫലമായിട്ടുണ്ടാകേണ്ട ഒരു കുടുംബമാണ്. ആ കുടുംബം ഉണ്ടാകും. അവിടുന്ന് വൈദികർ സന്യസ്തരൊക്കെ ജനിക്കട്ടെ. അത് നമ്മൾ ആരെയും കീഴ്പ്പെടുത്താൻ പോകണ്ട. ആധിപത്യസ്ഥ ചിലരുണ്ട്, എല്ലായിടത്തും ആധിപത്യസ്ഥ, അതവർക്കൊരു വലിയ ഹരവാണ്. ചിലക്ക് ആധിപത്യ സ്വഭാവം, എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാകണം, എല്ലാം ഞാൻ തന്നെയാകണം, എല്ലാം ഞാനാണ് ശരി, വേറെ ആരും ശരിയല്ല. ഈ ഒരു കാഴ്ചപ്പാട് എവിടെ നിന്നുണ്ടായി? ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന സ്വഭാവമാണ്. ജാതിയാലുള്ള തൂത്താന്മാരില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെയാണ് പേരൻസ് അടിത്തറ നോക്കണം. നിങ്ങൾക്കുണ്ടായ തകർച്ച മക്കൾക്കുണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. സോറി, ഞാൻ ഈ പറയുന്നത് ചിലതെല്ലാം നിങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മുഴുവൻ പ്രസംഗിക്കാനുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, വിവാഹ കുടുംബത്തിൻ്റെ വിഷമിച്ച് ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കണം. ഇതെല്ലാവരും ഇന്നത്തെ ആരാധന സമയത്ത് ഡെലിവറി സ്പ്രേ നടക്കാൻ പോവുക. അങ്ങനെയുള്ള വിഷമങ്ങളുള്ള കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ച അവിടെ ബന്ധനം അഴിയാൻ വേണ്ടി, വിവാഹ ബന്ധങ്ങൾ പൊട്ടിത്തകർന്ന് കൂടിച്ചേരാൻ വേണ്ടി, ദൈവം എല്ലാം ചേർത്ത് നിർത്താൻ വേണ്ടി, ദൈവം ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കാതിരിക്കാൻ വേണ്ടി ബുദ്ധിയാണ് അത് കയറി പിടിച്ച് വേർതിരിക്കുന്നത്. ദൈവം യോജിപ്പിച്ചതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കും ബുദ്ധിയാണ്. മനുഷ്യന് അഭിഷേകം നഷ്ടപ്പെട്ട തലമുറയിൽ ഇതല്ല, ഇതിനെ പിളർപ്പുകളുണ്ടാക്കുന്ന മുഴുവൻ ബുദ്ധിയുടെ പ്രവർത്തനം, ഇൻ്റലക്റ്റിൻ്റെ പ്രവർത്തനം, അതിനകത്ത് അശുദ്ധിയുടെ മേഖലയുണ്ട്. സാത്താൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ഞാൻ എപ്പോഴും പരിശുദ്ധമായി സാത്താൻ വരുന്നത് ബുദ്ധി കൊണ്ടാണ്, ബുദ്ധിയിലൂടെയാണ് അവൻ്റെ പ്രവർത്തനം. അവൻ വിശ്വാസത്തിലല്ല നിൽക്കുന്നത്, അവൻ ആത്മാവിൻ്റെ തലവല്ല, അവൻ വിട്ടുകൊടുക്കലില്ല, ബുദ്ധിക്ക് അതീതമായി ഒന്നും അവൻ വിശ്വസിക്കുന്നില്ല. അവനല്ല ഇൻ്റലക്റ്റാണ് അവർക്കിന്ന്. അപ്പം ബുദ്ധിയിൽ അന്ധകാരം മാറി കുടുംബങ്ങൾ രൂപപ്പെടാൻ, കുടുംബങ്ങൾ ഐക്യപ്പെടാൻ വേണ്ടി നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തി. ഇന്ന ദിവസം അച്ഛൻ നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. നാളെ ദിനത്തിൽ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയായിട്ട് സങ്കീർത്തനം 121, സങ്കീർത്തനം 121 നല്ലൊരു വചനം. നമുക്കറിയാം ആ വചനം ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കി, എനിക്ക് രക്ഷ എവിടുന്ന് വരും? കർത്താവിൽ നിന്ന്. ആ വചനം നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അതായത് 12 പ്രാവശ്യം ആ വചനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വചനം വായിക്കണം. അത് നിങ്ങൾ ഒരു സുഹൃത്ത് ബന്ധം ലൂക്ക 1:38 അതും 12 പ്രാവശ്യം ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വെക്കണം, ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. നമ്മൾ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ 2 പ്രാർത്ഥനകൾ നന്നായിട്ട് നിങ്ങൾ ചൊല്ലും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് വീണ്ടും അമ്മയുടെ മധ്യസ്ഥയുടെ ദിവസമുണ്ട് ഒരു ജപമാല, എല്ലാവരും ഒരു മുഴുവൻ ജപമാല ഇന്നും അല്ല നാളത്തെ ശുശ്രൂഷയ്ക്ക് മുമ്പ് ചൊല്ലിയിട്ട് വരാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ നിയോഗം, വിവാഹമോചനം എന്ന പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തെറ്റായ ബോധ്യം മാറാൻ വേണ്ടി, യുവതികളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം, ക്രൈസ്തവ കുടുംബങ്ങളിൽ നല്ല യുവതികളിലൂടെ നല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് കുടുംബജീവിതം ഉണ്ടാകണം. അതിന് പുറത്തുള്ള കുടുംബജീവിതങ്ങളൊക്കെ കാണാനും കേൾക്കാനും കൈയടിക്കാനും ആൾക്കാർ കാണും. പക്ഷേ കുറച്ച് കഴിയുമ്പം കൈയടിച്ച് മാറിയിട്ട് കണ്ണുനീരിനും ഒരുപാട് കാര്യം കാണും. ബലിപീഠത്തിൽ നിന്ന് ഇറങ്ങിയാലും കണ്ണുനീരുണ്ടാവും. പക്ഷേ ആ കണ്ണുനീരൊരു ഗുണം, അത് കർത്താവിൻ്റെ ബലിപീഠവുമായിട്ട് ചേർന്ന് ആ കണ്ണുനീര് കടന്നോളും. അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനപൂർവ്വം നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഇതാ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്നു. ആരാധിക്കാം. ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധനം. സങ്കീർത്തനം 107:16-20
എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. എല്ലാ ഭക്ഷണത്തെയും വെറുത്തു, മൃത്യുകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ചവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് അവരെ വിട്ടുവെച്ചു. അതെ, കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾ നടുവിൽ നിന്നുകൊണ്ട്, സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, ഒരുപാട് ബന്ധനങ്ങൾ നടുവിൽ നിൽക്കുന്നുണ്ട്. വിടുതൽ കിട്ടാൻ വേണ്ടി, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ശക്തമായിട്ട് സ്തുതിച്ച ദൈവത്തെ ആരാധിക്കാം. കർത്താവിന് ഗീതം ആലപിച്ചു നമുക്ക് ആരാധിച്ച് കർത്താവിന്റെ കൃപ നേടിയെടുക്കാം. സ്തുതിക്കുന്ന ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ആരാധന. നിങ്ങളടിച്ച് പാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം, അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം, അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം, അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കുർബാനയുടെ ശക്തിയോട് കട്ടെ കുടുംബങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയുടെ ശക്തി, വിശുദ്ധീകരിക്കുന്ന കുർബാന, സൗഖ്യം നൽകുന്ന കുർബാന, ദൈവസ്നേഹം പകരുന്ന കുർബാന, വേദന അകറ്റുന്ന കുർബാന, പ്രത്യാശ നൽകുന്ന പരിശുദ്ധ കുർബാന, ജീവന്റെ ഔഷധമായ പരിശുദ്ധ കുർബാന, പാപികൾക്ക് ആശ്വാസമായ പരിശുദ്ധ കുർബാന, നിത്യജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാന ശക്തി ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്ക് ചൊരിയട്ടെ. കുടുംബത്തിന്റെ ആത്മാവ് വിമോചനം നൽകുന്ന പരിശുദ്ധ എല്ലാ കുടുംബങ്ങളും ബന്ധനം കഴിയട്ടെ. മന്ത്രവാദ കൂടോത്ര ശുദ്ര പ്രയോഗങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് മോചനം ലഭിക്കട്ടെ. പാപരോഗ പൈശാചിക പീഡയിൽ കഴിയുന്ന മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. നിരാശയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. യുവതികളുടെ യുവാക്കളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വിശുദ്ധർ ജനിക്കട്ടെ. അനേക കുടുംബങ്ങളിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. ആഴമുള്ള മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തുക. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. കൈകളടിച്ച് പാടി ശരണി ഈശോ. കരങ്ങളുയർത്തി അടിച്ച് ഈശോ ഈശോ. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിലെ കുരിശിലെ അഭിഷേകം. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിലെ കുരിശിലെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൽ തീരത്തെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൽ തീരത്തെ അഭിഷേകം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. സകല പൈശാചികത്തിൽ വിട്ടു എല്ലാ
ഉണ്ടാകട്ടെ. ആദിമ സഭയ്ക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. പുതിയ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകട്ടെ. പുതിയ വരദാനങ്ങൾ പൊട്ടിമുളയ്ക്കട്ടെ. പുതിയ അഭിഷേകം ഉണ്ടാകട്ടെ. ദൈവകരം വെളിപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളും ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളിലെ പൈശാചിക പീഡകളും രോഗങ്ങളും ബന്ധനങ്ങളും തടസ്സങ്ങളും തകർച്ചകളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ച് പാടാം. ഈശോ, 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 ഏറ്റെടുക്കണം ഈശോ. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ, പകരണമേ, ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. പകരണമേ, പകരണമേ, ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. സ്തുതിക്കുന്ന ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. പൈശാചിക പീഡകളിൽ നിന്ന് കുടുംബങ്ങളെ മോചിപ്പിക്കണമേ. തടസ്സങ്ങൾ അടിച്ചു മാറ്റണമേ. അന്ധകാരം മാറ്റണമേ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. കൽപ്പിക്കുന്നു ഈ പരിശുദ്ധ കുർബാന ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകളുടെ മേലുള്ള പാപരോഗ ശക്തികളെ ബന്ധിക്കുന്ന യേശുനാമത്തില്, ഹല്ലേലൂയ, ബന്ധിക്കുന്ന യേശുനാമത്തില്. തടസ്സങ്ങൾ അടിയട്ടെ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. നിരാശ ബന്ധിക്കുന്ന യേശുനാമത്തില്. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രവിദ്യകളും ഇവിടെ അടിമത്തത്തിൽ കഴിയുന്ന സാത്താന്റെ പീഡകളാൽ കഴിയുന്ന മന്ത്രത്തകടുകൾ ഉള്ള കുടുംബങ്ങൾ, മന്ത്രചരടുകളുള്ള കുടുംബങ്ങൾ, സാത്താനെ ആരാധിക്കുന്ന കുടുംബങ്ങൾ, ബ്ലാക്ക് മാസ്, ബോർഡ്, സൈറ്റൻ വർഷിപ്പുകൾ, ഇവയുടെ വഴികളിൽ പോകുന്ന മക്കൾ ആരെല്ലാം കുടുംബത്തുണ്ടോ അവന്റെ മേലും അവളുടെ മേലും പ്രവർത്തിക്കുന്ന ആ തിന്മയുടെ അരൂപികളെ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം കൊണ്ട് ഞാൻ സംഗീതത്തിന് 107, 16, 20 വചനം കൊണ്ട്, സംഗീതത്തിന് 2, 5, 10 വചനം കൊണ്ട് ബന്ധിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, 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 വിടുതൽ സംഭവിക്കട്ടെ. ലുക്ക 4:18 ആത്മാവ്, വിടുതൽ നൽകുന്ന ആത്മാവ്, ബന്ധനങ്ങൾ അടിക്കുന്ന ആത്മാവ് ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും പകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. കുടുംബത്തിന്റെ അടിത്തറ, പാപത്തിന്റെ അടിത്തറയുള്ള കുടുംബങ്ങൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തലമുറകളായിട്ടുള്ള ബന്ധനങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള കുടുംബ വഴക്കുകൾ, കുടുംബ തകർച്ചകൾ, കടബാധ്യതകൾ, അപകട മരണങ്ങൾ, അനർത്ഥങ്ങൾ, രോഗപൈശാചിക പീഡകൾ, മക്കൾ തകർന്നു പോകുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കളുടെ ബന്ധനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നും ജീവിക്കുന്നവനായ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ 22:22 ബന്ധിക്കുന്ന യേശുനാമത്തില്, 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില്. വ്യഭിചാരത്തിന് ദുർഭൂതങ്ങൾ, സ്വയംഭോഗം, സ്വർഗരതികൾ, മിളച്ച പാപങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, ഇവിടെ അടിമത്തത്തിൽ കഴിയുന്ന കുടുംബങ്ങള്, ദുഷ്ടാരൂപികള് യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച കർത്താവിന്റെ പാദത്തേക്ക് വെക്കുന്ന യേശുനാമത്തിൽ, ഫിലിപ്പി 2:11 പറഞ്ഞയക്കുന്ന യേശുനാമത്തില്. വിവാഹം നടക്കാത്ത മക്കള്, യുവാക്കൾ, യുവതികൾ, പ്രായം കവിഞ്ഞു നിൽക്കുന്ന മക്കള്, ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്ന മക്കള്, വിവാഹ പ്രശ്നമുള്ള കുടുംബങ്ങൾ, ഭാര്യ ഭർത്താവ് തമ്മിലും ഒരുപാട് വഴക്കും ബഹളവും സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഒത്തിരിയേറെ അസ്വസ്ഥയുള്ള കുടുംബങ്ങൾ, മൊബൈൽ ഫോൺ അടിമപ്പെട്ട ജീവിത പങ്കാളി, വാട്സപ്പിന് ഫേസ്ബുക്കിന് അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ, ചില വ്യക്തിബന്ധങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾ, ഫേസ്ബുക്കുകൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കൾ, മ്ലേച്ഛതയുടെ മീഡിയകൾക്ക് അടിമപ്പെട്ട മക്കൾ,
കത്തോലിക്ക സഭയുടെ വിരുദ്ധമായ ഗ്രൂപ്പുകളിൽ പെട്ട് കിടക്കുന്ന പൈശാചിക ബന്ധം കിടക്കുന്ന മക്കൾ, അവർ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികളെ ജീവിക്കുന്നവനായി ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 16, 18, 19 വചനം കൊണ്ട് 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില്, ബന്ധിച്ച യേശുവിന്റെ പാദത്തിങ്കിലേക്ക് വെക്കുന്ന യേശുനാമത്തിൽ ഈ നിമിഷം വിട്ടുപോകുന്നു കൽപ്പിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ഉദ്ധിതനായ കർത്താവിന്റെ കരം ഇപ്പോൾ ഈ വീട്ടിലുള്ള ഓരോ വ്യക്തിയെ സ്പർശിക്കട്ടെ, ഈ ദേശത്തിന്റെ മേൽ സ്പർശിക്കട്ടെ. ഇവരായിരിക്കുന്ന നഗരത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ടെറിട്ടോറിയൽ പൈശാചിക ശക്തികൾ, ദേശത്തിന്റെ പൈശാചിക ശക്തി, പകയുടെ, വെറുപ്പിന്റെ, നിരാശയുടെ, അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, അത്തിന്മയുടെ ശക്തിയെ, ഭിന്നതയുടെ ആത്മാക്കളെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്ന യേശുനാമത്തില്, ബന്ധിച്ച് 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 ബഹിഷ്കരിക്കുന്ന യേശുനാമത്തില്, യേശുനാമത്തില് എസെക്കിയേൽ 39:29 അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ ആശ്ചര്യക്കുന്നു. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. സ്തുതിക്കുന്നു. പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ മുഴുവൻ അടിയട്ടെ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. അസ്വസ്ഥതകൾ എല്ലാ കുടുംബങ്ങളും വിട്ടുപോകട്ടെ. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികളുടെ ഉപയോഗം, ഇവയ്ക്ക് അടിമപ്പെട്ട കുടുംബങ്ങൾ, കുടുംബവഴക്ക്, വളർച്ചയുടെ വഴികളോട് ജീവിക്കുന്ന മക്കൾ, ആ കുടുംബങ്ങൾ തിന്മയുടെ സ്ഥലത്ത് ജോബ് 20:13-15 വചനം കൊണ്ട് ബന്ധിക്കുന്ന യേശുനാമത്തില്, ബന്ധിച്ച യേശുവിന്റെ കാൽ പാദത്തിങ്കിലേക്ക് വെക്കുന്ന യേശുനാമത്തില്, യുവാക്കളിൽ, യുവതികളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ, അനുസരണക്കേണ്ട അതൂപി, ധിക്കാരത്തിന്റെ സ്വഭാവമുള്ള മക്കള്, എതിര് പറയുന്ന മക്കള്, എല്ലാത്തിനും കുറ്റം പറയുന്ന നാവുകള്, നുണ പറയുന്ന നാവുകള്, യോഹന്നാൻ 8:44 വചനം കൊണ്ട് ബന്ധിക്കുന്ന യേശുനാമത്തില് ഈ നിമിഷത്തെ വിട്ടുപോട്ടെ, ഈ നിമിഷത്തെ വിട്ടുപോട്ടെ. കൽപ്പിക്കുന്നു 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 കൽപ്പിക്കുന്നു. ജോലി തടസ്സം, വിവാഹ തടസ്സം, സാമ്പത്തിക തകർച്ചകൾ, ഇതിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന ആ തടസ്സം നിൽക്കുന്നതിന് മനസ്സിലാക്കി ദൈവമക്കളുടെ ആത്മീയവും ഭൗതികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടാരൂപികളെ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 16:16 12, 28, 29 വചനം കൊണ്ട് ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് കർത്താവിന്റെ പാദത്തിലേക്ക് വെക്കുന്ന ഈ നിമിഷത്തെ വിട്ടുപോകണമെന്ന് കൽപ്പിക്കുന്നു. ഓരോ വ്യക്തിയും വിട്ടുപോകട്ടെ, തടസ്സം മാറട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഇപ്പൊ തന്നെ സംഭവിക്കട്ടെ. കടുത്ത നിരാശ, എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്ത, ഒത്തിരി ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, ഒത്തിരി സങ്കടങ്ങൾ അനുഭവങ്ങൾ, ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ, ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത സങ്കടത്തിൽ കഴിയുന്ന മാതാപിതാക്കൾ, ഉറങ്ങാത്ത രാത്രികൾ, ജീവിതം തകർന്ന അവസ്ഥ, തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥ, പകയുടെ ആത്മബന്ധനങ്ങൾ, നിരാശയുടെ ബന്ധനങ്ങൾ, കഴിയുന്ന ഓരോ വ്യക്തിയിലുമുള്ള തിന്മയുടെ അരൂപികളെ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ നാമത്തില് ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബന്ധിക്കുന്നു. ഒറ്റവിളി ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. രണ്ട് കരം ഉയർത്തില്ല, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. രോഗപീഡയാൽ കഴിയുന്ന കുടുംബങ്ങൾ, കടുത്ത രോഗങ്ങൾ, രോഗബന്ധനങ്ങൾ, വിട്ടുമാറാത്ത രോഗപീഡകൾ, പൈശാചിക പീഡകൾ, അസ്വസ്ഥതകൾ, മാറാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ കഴിയുന്ന മക്കൾ ഈശോയുടെ കരയിപ്പോൾ അവരെ തൊടട്ടെ. 9:1-2 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേലാണ് അവർക്ക് അധികം ഒരു ശക്തി കൊടുക്കും. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും കർത്താവ് ഈശോ തിരുസഭയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരവും ശക്തി ഉപയോഗിച്ച് ഞാൻ കൽപ്പിക്കുന്നു. ഈ സമയത്ത് രോഗികളെല്ലാം സൗഖ്യം പെടട്ടെ യേശുനാമത്തിൽ, രോഗബന്ധനം അടിഞ്ഞു പോട്ടെ യേശുനാമത്തിൽ, സമാധാനത്തിൽ ദൈവം കടന്നട്ടെ കുടുംബത്തിൽ, എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടെ. അനുസരണക്കേണ്ട ദുഷ്ടാരൂപികൾ എഫെസോസ് 2:2 എഫെസോസ് 5:6 ബന്ധിക്കുന്ന യേശുനാമത്തിൽ, ആത്മീയ മേഖലകൾ കഴിയുന്ന മക്കളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ അരൂപികൾ, അസ്വസ്ഥതകൾ, ആൻസൈറ്റികൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഫെസോസ് 6:12 ആത്മാവിനെ 12 ബന്ധിക്കുന്ന യേശുനാമത്തിൽ, 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന നാമത്തിൽ ബന്ധിച്ച് കർത്താവിന്റെ കാൽ പാദത്തേക്ക് വെക്കുന്നു. സാത്താന്റെ സിനഗോഗുകളായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, തെറ്റായ പഠനങ്ങൾ, സഭയ്ക്കെതിരെ വിശ്വാസത്തിനെതിരെ കൊടുത്തുകൊടുത്തിരിക്കുന്ന കേന്ദ്രങ്ങളെ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തിൽ വെളിപാട് 2:9 വചനത്താൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച കർത്താവിനെ കാഴ്ചവെട്ടി ഉപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് ദൈവകൃപ അത് ശക്തമായി ഒടുകട്ടെ പ്രാർത്ഥിക്കുന്നു.
ദൈവാത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ മേഖലയിൽ സൗഖ്യമുണ്ടാകട്ടെ, ആന്തരിക സൗഖ്യമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം വിടുതൽ എല്ലാ മക്കളെ കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരമയർത്തുന്നു, സ്തുതിക്കുന്നു. വ്യക്തമായിട്ട് ഈശോ കാണിച്ചിരുന്നു, കണ്ണ് സംബന്ധമായ ഒരു മാരക രോഗമുള്ള വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തിൽ കഴിയുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ പരിപൂർണമായിട്ട് ഉച്ചിതനായ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അനേക പതിനായിരങ്ങൾ കാണാം. എനിക്ക് 10,000 മക്കളുടെ മേൽ ഒരു വലിയൊരു പ്രകാശരശ്മി വിടുതലിന്റെ ആത്മാവ് കർത്താവ് വർഷിച്ചുകൊണ്ട് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം കൊടുത്തോണ്ട് പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ആത്മാവേ വ്യാപരിക്കൂ, പരിശുദ്ധാത്മാവേ. ഉദര സംബന്ധമായ രോഗികളെ കർത്താവ് സ്പർശിക്കുന്നതാണ് വെളിപ്പെട്ടു. ആൽഫ്രഡ് എന്നൊരു പേര് ഈശോ പ്രത്യേകം എടുത്തു കാണിക്കും. ജെയിംസ് എന്നൊരു പേര് ഈശോ വെളിപ്പെടുത്തി. ഒരു മകള് ജീവിത പ്രശ്നം മൂലം ആത്മഹത്യയുടെ വക്ക് നിൽക്കുന്ന മകളെ കർത്താവിത തൊട്ട് അനുഗ്രഹിച്ച് ആ മകൾക്ക് കർത്താവ് ഒരു വഴി തുറന്നു കൊടുക്കുന്നതായിട്ട് വെളിപ്പെട്ടു. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ രോഗികളായ മക്കളെ കർത്താവ് സൗഖ്യം കൊടുക്കുന്ന വെളിപ്പെട്ടു. കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരാൾക്ക് അത്ഭുതകരമായ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. സമാധാനത്തിന് ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. സമാധാനത്തിന് ദൈവം ഇറങ്ങി യേശുവിന്റെ രക്തം എല്ലാ ഭവനങ്ങളും തളിക്കപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാണ് ദൈവമാതാവായ തിരുസഭയുടെ അമ്മയാണ് പാപികളുടെ സങ്കേതമാണ് നിത്യസഹായികയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിന്റെ ശക്തിയാണ്. ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലേക്കും ഈശോനാഥൻ കടന്നു ചെല്ലട്ടെ. ആ കുടുംബത്തിലെ കുറവ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയാണ് പരിഹരിക്കപ്പെടട്ടെ. എല്ലാ കുറവും പരിഹരിക്കപ്പെടട്ടെ. സ്വർഗീയമായ കൃപകൾ കൊണ്ട കുടുംബങ്ങൾ കർത്താവ് ആശീർവദിക്കുന്നു. മുട്ടുമെന്നുകൊണ്ട് ഭക്തിപൂർവ്വം കർത്താവിനെ സ്തുതിച്ചു ആശീർവാദം. Jesus, hallelujah, Shoe, 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 hallelujah, 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 hallelujah. Yeshua आराधना 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 hallelujah Yeshua आराधना 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 hallelujah Yeshua hallelujah Yeshua आराधना hallelujah 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 Jesus hallelujah 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.